Hello everyone, once again Nazir here. You are watching Dreams of Language. Today I have brought you to some wonderful words. It will help you enhance your vocabulary. So please support me. If you are watching this channel for first time, please subscribe this channel, press bell button and also share to everyone as much as possible. So ഇന്നത്തെ വേർഡിലേക്ക് കടക്കാം. ആദ്യത്തെ വേർഡാണ് റിഗ്രറ്റബിൾ. ഇതൊരു അഡ്ജക്റ്റീവാണ്. ശോചനീയമായ. മേക്കിംഗ് യു ഫീൽ സാഡ് ആൻഡ് സോറി എബൌട്ട് സംതിങ്. നിങ്ങൾക്ക് എന്തെങ്കിലും സങ്കടവും സഹതാപവും തോന്നുന്നു, ആ ഒരു സിറ്റുവേഷനിൽ ഉപയോഗിക്കാൻ പറ്റിയ വേർഡാണ്. ഇതിൻ്റെ സിനോണിമസാണ് ഡെയർ, ഡിസപ്പോയിൻറ്റിങ്, ഡിസ്ട്രസ്സിങ്, സാഡ്. ആൻറ്റോണിമസിലാണെങ്കിൽ ചെയർഫുൾ, ഗുഡ്, പ്രസൻറ്റ്, വണ്ടർഫുൾ. യൂസേജ് നോക്കാം. ഇറ്റ് ഈസ് റിഗ്രറ്റബിൾ ദാറ്റ് ഷീ ഡിഡ് നോട്ട് ഗോ ടു കോളേജ്. അടുത്ത വേർഡിലേക്ക് പോവാം. ഇൻഫ്ലിക്റ്റ്. ഇതൊരു വെർബാണ്. വേദനിപ്പിക്കുക, ഉപദ്രവിക്കുക എന്നർത്ഥം വരുന്നു. ടു ഫോഴ്സ് സമൺ ടു എക്സ്പീരിയൻസ് സംതിങ് വെരി അൺപ്ലസൻറ്റ്. വളരെ അസുഖകരമായ എന്തെങ്കിലും അനുഭവിക്കാൻ ആരെയെങ്കിലും നിർബന്ധിക്കുക, ആ ഒരു സിറ്റുവേഷൻ ഉപയോഗിക്കുന്ന വേർഡാണ്. ഇതിൻ്റെ റിലേറ്റീവ് വേർഡ്സിലേക്ക് പോകാം. സിനോണിമസിലാണെങ്കിൽ എക്സാക്ട്, എക്സ്പോസ്, അപ്ലൈ, ഡെലിവർ. ആൻറ്റോണിമസിലാണെങ്കിൽ ഹോൾഡ്, കീപ്, ടേക്ക്, വിത്ത് ഹോൾഡ്. യൂസേജ് നോക്കാം. ദ സഫിഷ്യൻ ഇൻഫ്ലിക്റ്റഡ് ഓൺ ദ ചിൽഡ്രൻ വാസ് അൺമാനേജബിൾ. സോ ലെറ്റ്സ് ഗോ നെക്സ്റ്റ് വേർഡ്. അടുത്ത വേർഡാണ് എക്സ്റ്റോറേഷൻ. ഇത് നോൺ ഫോമാണ്. പിടിച്ചുപറി, കവർച്ച അർത്ഥം വരുന്നു. ദ ആക്ട് ഓഫ് ഗെറ്റിംഗ് സംതിങ് ബൈ ഫോഴ്സ് ഓർ ത്രീറ്റ്സ്. ബലപ്രയോഗത്തിലൂടെയോ ഭീഷണിയിലൂടെയോ എന്തെങ്കിലും നേടുന്നതിനുള്ള പ്രവർത്തനത്തെ എക്സ്റ്റോർഷൻ എന്ന് പറയുന്നു. സിനോണിമസിലാണെങ്കിൽ ഫ്രോഡ്, തെഫ്റ്റ്, ആം, ഫോഴ്സ്. ആൻറ്റോണിമസിലാണെങ്കിൽ പീസ്. ഈ വാക്കുകളെല്ലാം നമ്മൾ ധാരാളം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാക്കുകളാണ്. യൂസേജിലേക്ക് നോക്കാം. ഷീ ഈസ് ട്രൈങ് ടു പ്രൊട്ടക്ട് ഹർ സൺ ഫ്രം എക്സ്റ്റോർഷൻ. അടുത്ത വാക്കിലേക്ക് പോവാം. റിസറക്റ്റ്. ഇതൊരു വെർബ് ഫോമാണ്. പുനർജീവിപ്പിക്കുക, ഉയർത്തെഴുന്നേൽപ്പിക്കുക. നമ്മൾ ധാരാളം കേട്ടിട്ടുള്ള വാക്കാണ്. ടു ബ്രിങ് സം വൺ ബാക്ക് ടു ലൈഫ്. ആരെങ്കിലും ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ ആ ഒരു സിറ്റുവേഷൻ ഉപയോഗിക്കുന്ന വാക്കാണ്. സിനോണിമസ് നോക്കാം. റിക്കവർ, റെജുനുവേറ്റ്. മലയാളികൾ ഒരുപാട് കേട്ട വാക്കാണ്. റിന്യൂ, റീസ്റ്റോർ. ആൻറ്റോണിമസിലാണെങ്കിൽ ഡിസ്ട്രോയ്, കിൽ, ഡാമേജ്, ഡിപ്രസ്. യൂസേജ് ഷി ഹാസ് ബീൻ ബിസിലി ട്രൈങ് ടു റിസറക്ട് ഹർ ബോളിവുഡ് കരിയർ. അടുത്ത വാക്കിലേക്ക് പോവാം. ലുക്രേറ്റീവ്. ഇതൊരു അഡ്ജക്റ്റീവ് ഫോമാണ്. ആദായകരമായ, ഫലപ്രദമായ എന്നർത്ഥം വരുന്നു. പ്രൊഡ്യൂസിങ് എ സൈസബിൾ പ്രോഫിറ്റ്. ഗണ്യമായ ലാഭം ഉണ്ടാക്കുന്നു. സിനോണിമസ് അഡ്വാൻറ്റേജസ്, കോസ്റ്റ് എഫക്റ്റീവ്, മണി മേക്കിംഗ്, പ്രോഫിറ്റബിൾ. ആൻറ്റോണിമസിലാണെങ്കിൽ പോർലി പെയ്ഡ്, അൺപ്രോഫിറ്റബിൾ. ഇതിൻ്റെ യൂസേജ് നോക്കാം. എ റിമ്യൂണറേറ്റീവ് ബിസിനസ്. അടുത്ത വാക്കിലേക്ക് പോവാം. റിഗറസ്. സൂപ്പർ വേർഡാണ്. അഡ്ജക്റ്റീവ് ഫോമിലാണ്. രൂക്ഷമായ, കഠിനമായ. ഡിമാൻഡിങ് സ്ട്രിക്റ്റ് അറ്റൻഷൻ ടു റൂൾസ് ആൻഡ് പ്രൊസീഡേഴ്സ്. നിയമങ്ങളിലും നടപടിക്രമങ്ങളിലും കർശന ശ്രദ്ധ ആവശ്യപ്പെടുന്നു. സിനോണിമസ് ആണെങ്കിൽ അക്യുറേറ്റ്, കറക്റ്റ്, എക്സാക്റ്റിംഗ്, പ്രോപ്പർ. ആൻറ്റോണിമസ് നോക്കാം. കെയർലെസ്, ഈസി, ഫോൾസ്, ഫ്ലെക്സിബിൾ. എല്ലാം ഈസി വേർഡ്സുകളാണ്. യൂസേജ് നോക്കാം. They likely spend hours each day doing rigorous workouts. നെക്സ്റ്റ് വേർഡ് നോക്കാം. അപ്റ്റിക്. നോൺ ഫോമിൽ വരുന്ന വാക്കാണ്. ചെറിയ വർധനവ്. ആൻഡ് ഇൻക്രീസിങ് ഇൻ സംതിങ്. എന്തിൻ്റെയെങ്കിലും വർധനവാണ്. ആൻറ്റോണിമസ് മാത്രമേ ഉള്ളൂ. ഡൗൺ ടിക്ക് എന്ന് പറയാം. ഇതിൻ്റെ യൂസേജ് ഈവൻ ആഫ്റ്റർ യെസ്റ്റർഡേസ് അപ്റ്റിക് the shares remain more than 40% below their peak a year ago. നെക്സ്റ്റ് വാക്കാണ് ഫ്ലോട്ട്.
വെർബ് ഫോമാണ്. ധിക്കരിക്കുക, നിന്ദിക്കുക. ടു ഇൻറ്റൻഷനലി നോട്ട് ഒബേ എ റൂൾ, ലോ ഓർ കസ്റ്റം. മനഃപൂർവ്വം ഒരു ചട്ടം, നിയമം അല്ലെങ്കിൽ ആചാരം അനുസരിക്കാതിരിക്കൽ. റിലേറ്റീവ് വേർഡ്സ് നോക്കാം. സിനോണിമസിലാണെങ്കിൽ ഡിഫി, ഡിസഗ്രി, ഡിസ്റിഗാർഡ്, മോക്ക്, സ്കോൺ. ആൻ്റോണിമസ് നോക്കാം. അപ്രൂവ്, കമൻഡ്, ഫ്ലട്ടർ, പ്രൈസ്. ഇതിൻ്റെ യൂസേജ് ആണ്. മെനി മോട്ടോർ സൈക്ലിസ്റ്റ് ഫ്ലോട്ട് ദ റോഡ് ബൈ നോട്ട് വെയറിംഗ് ഹെൽമെറ്റ്. സോ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഈ വൊക്കാബുലറി എല്ലാവർക്കും ഇഷ്ടമായിരിക്കും എന്ന് കരുതുന്നു. എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ എന്നെ അറിയിക്കുക. നല്ലൊരു വൊക്കാബുലറി വീഡിയോയുമായി വീണ്ടും കാണാം.